ഹായ് ഗൈസ്, നമുക്കിന്നൊരു യാത്ര പോയാലോ? ഇന്നത്തെ യാത്ര ഊട്ടിയിലോട്ടാണ്. കോയമ്പത്തൂരിൽ നിന്നും ഊട്ടിയിലോട്ടൊരു യാത്ര. അടിപൊളി യാത്രയാട്ടോ ഇത്. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് യാത്ര തുടരണമെന്നായിരുന്നു ആഗ്രഹം. എണീറ്റ് വന്നപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6:30, 7 ആ ഒരു ടൈമിലാണ് യാത്ര. പക്ഷേ നോക്കിക്ക് എന്ത് വെയിലാ. ചെറിയൊരു വഴിയാണെങ്കിലും നല്ല റോഡുകളാണ് ഇവിടെ. 2 സൈഡിലും കൃഷിയിടങ്ങളും. ഇവിടെ കൂടുതലായും ചോളപ്പാടങ്ങളും തെങ്ങും തോപ്പുകളും ഒക്കെയാണ് കൂടുതലും. അത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാ. ഒരു സൺറൈസ് ഉദ്ദേശിച്ചാണ് എണീറ്റത്, പക്ഷേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സൺറൈസൊക്കെ കഴിഞ്ഞിരുന്നു. നടുക്കൊരു മലി, എന്ത് ഭംഗിയാ. അപ്പോഴാണ് ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടത്. അവിടെ നിർത്തി ഒരു ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ വെയിൽ കൂടി വന്നു. അതിനാൽ ഞങ്ങൾ പയ്യെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ചോളപ്പാടങ്ങളുടെ നടുവിലൂടെ ഒരു ചെറിയ വഴിയിൽ കൂടെ മലകളൊക്കെ കണ്ടുപോകാൻ അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരത്തെ റൈഡിന് ശേഷം ഞങ്ങൾ ഹൈവേ കയറി. പയ്യെ വിശക്കാൻ തുടങ്ങി. പക്ഷേ നോക്കിക്കേ, എങ്ങും ഒരു റെസ്റ്റോറൻറ്റ് പോലുമില്ല. നല്ല വിശപ്പുണ്ട്. ഏതെങ്കിലും ഒന്ന് ഓപ്പണായി കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഞങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഫുഡ് പോയിൻ്റ് ഉണ്ട്. അത് A2B ആണ്. A2Bയിലോട്ട് ഇനി നല്ല ദൂരമുണ്ട്. അത് മേട്ടുപ്പാളയത്താണ്.
പതുക്കെ ഉണർന്നു തുടങ്ങി. എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലായി. സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, എല്ലാവരുടെയും ഒരു തിരക്ക് പയ്യെ അനുഭവപ്പെടാൻ തുടങ്ങി. യൂട്യൂബിലൊക്കെ കയറി ഒരു മസാല ദോശ, ഒരു നെയ് റോസ്റ്റ്, ഒരു കോഫി ഒക്കെ കുടിച്ച്, ഒരു അടിപൊളി കോഫിയായിരുന്നു ഗൈസ്. കോഫിയൊക്കെ കുടിച്ചു. ഇനി പയ്യെ ഊട്ടിയിലോട്ടുള്ള യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താഴ്വാരം കാണാൻ എന്ത് മനോഹരമാണ്. ഇവിടെ നിന്ന് കാണുന്നത് ഒരു ചെക്ക് പോസ്റ്റാണ്. പാസ് എടുത്തവർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. നമ്മൾ ഊട്ടിയിലോട്ട് വരുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ കയറി പാസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് ചെക്കിംഗ് ഒന്നുമില്ല. പാസ് കാണിച്ചു, കയറ്റി വിട്ടു. ഇതാണ് ഊട്ടി മലയുടെ താഴ്വാരം. കൂടെ പോകുമ്പോൾ രണ്ട് സൈഡും മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. കാടിൻ്റെ നടുക്കുകൂടി ഒരു വഴി. എപ്പോൾ വേണമെങ്കിലും ആന വരാം. ഒരു ചെറിയ പേടിയുണ്ട്. അതിനിടയ്ക്ക് സൺലൈറ്റ് കാണാൻ അതിമനോഹരമായി തോന്നി.
സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഇതൊക്കെ നോക്കി ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെ. പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല, സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വ്യൂ പോയിന്റിലെത്തി. ഡോൾഫിൻ ന്യൂസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ തേയിലത്തോട്ടങ്ങളും കോടയും ഒക്കെയുണ്ട്. കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ കോട കൊണ്ട് മൂടിയേനെ. ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.